ഇത് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിരാശയുടെ കാരണമാണ്. ഇപ്പം ചില വ്യക്തികളൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലായ ഒരു സത്യം, മനസ്സിലാകുന്ന ഒരു വലിയൊരു സത്യം എന്താണെന്നറിയോ? ഇവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഒന്ന്, ഇവർക്ക് വേണ്ടിയിട്ട് പദ്ധതിയും പ്ലാനും ഒരുക്കി ദൈവത്തിന്റെ ഹിതത്തിന് യാതൊരു മൂല്യവും കൊടുക്കാതെ, പ്രാധാന്യം കൊടുക്കാതെ, ദൈവത്തോട് തന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്നുള്ളത് ആരായാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതിയും അതിന്റെ ഒരു വഴിയും വേറൊന്ന്. അതായത് ഈ ദൈവം ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വഴി ഒന്ന്, ഇവർക്ക് വേണ്ടി സ്വന്തം വെട്ടി ഒരുക്കിയിരിക്കുന്ന വഴി വേറൊന്ന്. അപ്പോൾ ഇതിലേത് വഴിയെ പോയാലായിരിക്കും ആ വ്യക്തി ജീവിതത്തിൽ രക്ഷപ്പെടുക? ദൈവം ഇവന്റെ ജീവിതത്തിൽ, നാളെ ഇവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, ഇവൻ എന്തായിത്തീരും, എന്തായാലാണ് ഇവന്റെ ജീവിതം ശാശ്വതമാകുന്നത്, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇവനെ സൃഷ്ടിച്ച, ഇവനെ സ്നേഹിക്കുന്ന ആ ഈശോ ദൈവം ഇവന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ആ വഴി തെരഞ്ഞെടുക്കാതെ, ആ വഴിയെ നടക്കാൻ ശ്രമിക്കാതെ, ഇവന് വേണ്ടിയിട്ട് സ്വന്തം ഒരു വഴി വെട്ടിയിട്ട് ആ വഴിയുടെ ഒരു സൈഡിൽ ഇവന്റെ സ്വപ്നങ്ങൾ, ഇവന്റെ ആഗ്രഹങ്ങൾ എല്ലാം ഇടത്തും വലത്തും നിരത്തി, 2 നില വീട്, അവന്റെ ഫാക്ടറി, കമ്പനി, എസ്റ്റേറ്റ്, ഇങ്ങനെയൊക്കെ ഇടത്തും വലത്തും ഒരുക്കിയിട്ട് വലിയൊരു രാജകീയ പാത പോലെ ഒരുക്കി വെച്ചിട്ട് അവനെല്ലാം നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവന്റെ ജീവിതത്തിൽ രക്ഷപ്പെടുവോ? പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വ്യക്തി തെറ്റായ വഴിയെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി, തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു സംഭവമാണ്.